നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരൂരിൽ കുറുക്കോളി മൊയ്തീനെതിരെ വനിതാ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാൻ CPM ഒരുക്കം. ഇതു സംബന്ധിച്ച ചർച്ചകൾ അവസാനഘട്ടത്തിലെന്ന് സൂചന. ഉന്നത വിദ്യാഭ്യാസവും വിപുലമായ കുടുംബ സാമൂഹിക ബന്ധങ്ങളുമുള്ള രണ്ട് സ്ത്രീകളുമായി CPM നേതൃത്വം ചർച്ചകൾ തുടരുകയാണ്. രണ്ടുപേരിൽ ആര് മത്സരിക്കണം എന്നതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് അറിയുന്നത്. രണ്ടുപേരും തുല്യ പ്രാധാന്യമുള്ളവരായതിനാൽ അന്തിമ തീരുമാനം വിപുലമായ ചർച്ചകൾക്ക് ശേഷം മതിയെന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വമുള്ളത്. നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ യോഗം അടുത്ത ദിവസം ചേർന്ന് അന്തിമ തീരുമാനത്തിലെത്തുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വനിതയെ മത്സരിപ്പിക്കുക വഴി വൻ മുന്നേറ്റം മണ്ഡലത്തിൽ സൃഷ്ടിക്കാനാകുമെന്നാണ് CPM വിലയിരുത്തൽ. കുടുംബ സാമൂഹിക ബന്ധങ്ങൾ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഉന്നത യോഗ്യതയാണ് മറ്റൊരു സവിശേഷതയായി ഉയർത്തിക്കാണിക്കുന്നത്. രണ്ടുപേരിൽ ഒരാൾ പ്രഗത്ഭയായ അഭിഭാഷകയും ഒരാൾ ഡോക്ടറുമാണെന്ന് അറിയുന്നു. ഡോക്ടറെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിലാകും മത്സരിക്കുക എന്നും സൂചനയുണ്ട്. തിരൂരിൽ തുടർച്ചയായി 2 തവണ അഡ്വക്കേറ്റ് ഗഫൂർ P. ലില്ലീസിനെ മത്സരിപ്പിച്ച് പരാജയപ്പെട്ടതിനാൽ പുതിയൊരു പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് CPM. തിരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക ചർച്ചകളിൽ VP സാനുവിന്റെ പേര് വരെ തിരൂരിലേക്ക് പരിഗണിക്കുന്നതായി വാർത്തകളുണ്ടായിരുന്നു. ഇടയ്ക്ക് ഗഫൂർ ലില്ലീസ് വീണ്ടും മത്സരിക്കുമെന്ന വാർത്തകളും പ്രചരിച്ചു. ഇത് പിന്നീട് പൊതുസ്വതന്ത്രൻ എന്ന ചർച്ചകളിലേക്കും മാറിയിരുന്നു. ഇവയ്ക്കെല്ലാം ഒടുവിലാണ് വനിതാ സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്ക് പാർട്ടി തീരുമാനം മാറിയിരിക്കുന്നത്. ജില്ലയിലെ CPMന്റെ ഏക വനിതാ സ്ഥാനാർത്ഥിയും തിരൂരിലാകുമെന്നാണ് അറിയുന്നത്. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. 2.5 ലക്ഷത്തിലേറെ വോട്ടർമാരാണ് തിരൂർ നിയോജക മണ്ഡലത്തിലുള്ളത്. 1957 രൂപീകരിച്ച തിരൂർ മണ്ഡലത്തിൽ ഒരു തവണ മാത്രമാണ് ഇടതുപക്ഷത്തിന് വിജയിക്കാനായിട്ടുള്ളത്. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഗഫൂർ P. ലില്ലീസ് ആയിരുന്നു ഇടത് സ്ഥാനാർത്ഥി. മുൻ ഏരിയ സെക്രട്ടറിയായിരുന്ന പരേതനായ PP അബ്ദുള്ളക്കുട്ടിയാണ് മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ചെങ്കൊടി പാറിച്ച ഇടത് MLA. പിന്നീട് നടന്ന 3 തിരഞ്ഞെടുപ്പുകളിലും CPM തോൽവി ഏറ്റുവാങ്ങി. ഗഫൂർ P. ലില്ലീസ് മത്സരിച്ച 2 തവണയും ഭൂരിപക്ഷത്തിൽ ഗണ്യമായ കുറവ് വരുത്താൻ CPMന് സാധിച്ചിരുന്നു. 2021 കുറുക്കോളി മൊയ്തീൻ 7214 വോട്ടുകൾക്കാണ് വിജയിച്ചത്. 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം തിരൂരിലെ ഭൂരിപക്ഷം 50,330 ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കണക്ക് പ്രകാരം ഭൂരിപക്ഷം 32,653 വോട്ടായി കുറഞ്ഞിട്ടുണ്ട്. എഡിറ്റർ ലൈവ്, തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.